നമസ്കാരം. വർഷങ്ങളായി അമേരിക്ക പല വികസ്വര രാജ്യങ്ങൾക്കും ധനസഹായം നൽകാറുണ്ട്. ഇത് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവിടുത്തെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രണ്ടാം തവണ പ്രസിഡൻ്റായി വന്നതിന് ശേഷം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഈ ഫണ്ടുകൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഇലോൺ മസ്കാണ് ആദ്യമായി ഈ ആശയം ട്രംപിന് മുന്നിൽ വെച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് മസ്ക് സ്വീകരിച്ചത്. പിന്നീട് ഇക്കാര്യം ട്രംപ് ഏറ്റെടുക്കുകയായിരുന്നു. ഇത് കാരണം ഏതാണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി 14 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ വലിയൊരു ശതമാനവും കുട്ടികളായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദാരുണമായൊരു വശം. US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന പരിപാടികളുടെ 83% ഇപ്പോൾ അവർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ബാധിക്കുക ഒരുപക്ഷെ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടാകാം, ലോകത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വേറെ നിരവധി രാജ്യങ്ങളുണ്ട്. അവർക്കെല്ലാം തന്നെ അമേരിക്ക വലിയ തോതിലുള്ള സഹായമാണ് നേരത്തെ നൽകിയിരുന്നത്. മലമ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൊക്കെ തന്നെ ഈ തുക അവർക്ക് ഏറെ സഹായകരമായിരുന്നു. അമേരിക്ക നേരിട്ട് തന്നെയാണ് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സഹായം എത്തിച്ചിരുന്നത്. എന്നാൽ അതുകൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം എന്ന രീതിയിലേക്ക് ഇലോൺ മസ്ക് എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ദോഷമുണ്ടാക്കും എന്നാണ് ഇത് സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഈ ലോകത്ത് ഉണ്ടാക്കുമെന്നാണ്. എത്രയോ പതിറ്റാണ്ടുകളായി അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം ഒറ്റയടിക്ക് അതിൻ്റെ 83% നിർത്തുക എന്ന് പറയുമ്പോൾ അത് ആ രാജ്യങ്ങളെ വളരെ ഗുരുതരമായ തോതിൽ തന്നെയായിരിക്കും ബാധിക്കുക. അത് കാരണം അവിടുത്തെ ശിശുമരണ നിരക്ക് ഉൾപ്പെടെയുള്ളവ വലിയ തോതിൽ വർദ്ധിക്കും. മാത്രമല്ല ഇത് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് വലിയൊരു മഹാമാരി പടർന്നു പിടിക്കുന്നതിനോ അതല്ലെങ്കിൽ വലിയൊരു കലാപം ഉണ്ടാകുന്നതിനോ തുല്യമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇവർ പറയുന്നത്. അതായത് അത്രത്തോളം മരണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ ഈ ഒരു പഠനം സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇപ്പോൾ ഈ അമേരിക്കയുടെ പാത പിന്തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ ഇത്തരം രാജ്യങ്ങൾക്ക് അവർ നൽകിക്കൊണ്ടിരുന്ന സഹായം നിർത്തലാക്കാൻ ഇപ്പോൾ ഏതാണ്ട് ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ഇതുകൂടി ആകുമ്പോഴേക്കും ഇത്തരം രാജ്യങ്ങൾ വർഷങ്ങളായി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി അവരുടെ ആരോഗ്യ മേഖലയും മറ്റും സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം നമ്മുടെ സങ്കല്പത്തിനപ്പുറമായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ USAID പ്രോഗ്രാമുകളിൽ 6200 എണ്ണത്തിൽ 5200 നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 2001-2021 ഇടയിൽ ഈ വികസ്വര രാജ്യങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 91 ലക്ഷത്തോളം ആളുകളുടെ മരണം ഒഴിവാക്കിയത് അന്ന് അമേരിക്ക ആ രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് എന്നാണ് ഈ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ഈ തീരുമാനം നടപ്പിലാക്കുന്നതോടുകൂടി ആ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മരണനിരക്ക് ഉയരുന്നത് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ വലിയൊരു തിരിച്ചടിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും കൂടി ഇപ്പോൾ ഈ അമേരിക്കയുടെ തന്നെ നിലപാടിലേക്ക് വരുന്നതോടുകൂടി ഈ ദരിദ്ര രാജ്യങ്ങളുടെ കാര്യം ഏറെ കഷ്ടത്തിലാകും. മാത്രവുമല്ല പലപ്പോഴും ഈ രാജ്യങ്ങളുടെ മാത്രം സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത് വലിയൊരു തിരിച്ചടിയായി മാറും. സ്വന്തമായി അവിടെ ഉൽപ്പാദനം നടത്തുക അല്ലെങ്കിൽ സ്വന്തമായി വിഭവങ്ങളൊന്നും ഇല്ലാത്ത നിരവധി ചെറിയ ചെറിയ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ മേഖലയൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ അത് ദയനീയമായ സ്ഥിതിയിലേക്ക് എത്തും എന്നും അവിടെയൊക്കെ തന്നെ മഹാമാരികൾ പടർന്നു പിടിക്കാനും ഈ കുട്ടികൾ അവർക്ക് മതിയായ ചികിത്സ ലഭിക്കാതെ ആവശ്യത്തിന് കുത്തിവയ്പ്പുകളൊന്നും ലഭിക്കാതെ മതിയായ ചികിത്സ ലഭിക്കാതെയൊക്കെ തന്നെ അവർ മരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. ഏതായാലും അമേരിക്കൻ സർക്കാർ ഇത് സംബന്ധിച്ച് പിന്നീട് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി അമേരിക്കൻ സർക്കാരിൽ നിന്ന് പിൻവാങ്ങുകയും പിന്നീട് ഡൊണാൾഡ് ട്രംപുമായി നിരന്തരമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എങ്കിലും മസ്ക് അവിടെ ഏർപ്പെടുത്തിയിട്ട് പോയ ഈ ഒരു തലതിരിഞ്ഞ പരിഷ്കാരം ഡൊണാൾഡ് ട്രംപ് കൂടി ഏറ്റെടുത്തോടുകൂടി ഈ രാജ്യങ്ങളിലെ ജനങ്ങളുടെ കാര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ ഒരു പഠനം സൂചിപ്പിക്കുന്നത്.